ശരീരത്തിൽ നിന്നും വേറിട്ട് കിടന്ന തുണി നേരെ പിടിച്ചിട്ട് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് അഴിഞ്ഞു വീണ മുടിത്തുമ്പ് അമ്മ കെട്ടി ബാത്റൂമിലെ സ്വിച്ചിട്ട് ഉള്ളിലേക്ക് കയറി. വിള്ളൽ വീണ പൈപ്പിലൂടെ വെള്ളം പൊട്ടി ഒലിക്കുന്നുണ്ട്. ശരീരത്തോട് ഒട്ടിച്ചേർന്ന തുണിക്കഷ്ണം ടവൽ റാക്കിലേക്ക് വെച്ച് മുടി മെല്ലെ അഴിച്ചു. വെള്ളപ്പുതച്ച വെളുത്ത ശരീരത്തിന് മേലെ മുടിത്തുമ്പുകൾ പാറിപ്പറന്നു നിന്നു. അരിച്ചിറങ്ങിയ തണുത്ത വെള്ളത്തിൽ അവളുടെ നഗ്നമേനി വിറകൊണ്ടു. വേണു. കട്ടിലിൽ കിടന്നുറങ്ങിയ വേണുവിനെ അവൾ തട്ടി വിളിച്ചു. വേണു, എഴുന്നേൽക്ക്, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യ്. ഗാഥ നേരം വെളുത്തോ? 6:30 പിന്നെ പോയാൽ പോരെ? കമോൺ ഗാഥ. നിന്റെ ചൂട് കൊണ്ടിങ്ങനെ കിടക്കാൻ ഐ റിയലി വാണ്ട് യു ഗാഥ. അവളുടെ കയ്യിൽ പിടിച്ച് കടലിലേക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു. വേണുവിന് ഇടതും വലതുമായി അവളുടെ കൈകൾ കുത്തി അവൻ അഭിമുഖമായി നിന്ന് മുടി കഴുത്തിലൂടെ ഊർന്ന് വേണുവിൻ്റെ മുഖത്തേക്ക് വീണു. ചന്ദന സോപ്പിൻ്റെ നറുമണം അവൻ ആവേശത്തോടെ ശ്വസിച്ചു. മുടി ഉണങ്ങിയില്ലേ? കാച്ചനയുടെ നറുമണം വറ്റിപ്പോയിരുന്നു. ചുവന്ന വട്ടപ്പൊട്ടിലേക്ക് നോക്കി അവൻ പറഞ്ഞു, നിന്റെ കണ്ണുകളിൽ കാമം കത്തുന്ന കാണുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിന്നിലെ പെണ്ണിനെ അറിയാൻ. ഇത്രയും സൗന്ദര്യമുള്ള മറ്റൊരു ശരീരം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. വർണ്ണനയൊക്കെ ഇഷ്ടമായി. വരൂ, പോകാം. ഓഫീസിൽ വെച്ച് കാണാം. ഓ, ഫ്യൂ മിനിറ്റ് ഡാർലിംഗ്, ഞാൻ വേഗം വരാം. അവളുടെ കൈകളിൽ പിടിച്ച് കട്ടിലേക്ക് കിടത്തി വേണു എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. കാറിൻ്റെ ചില്ലിലെ മഞ്ഞ തുള്ളികൾ തുടച്ചു മാറ്റി വേണു കാർ മുന്നോട്ടെടുത്തു. എന്താ തണുപ്പ്, ഞാൻ ഗ്ലാസ് പിടിച്ചിട്ടേ, വേണു അവളോട് പറഞ്ഞു. മൂളിക്കൊണ്ട് അവൾ ഗ്ലാസ് മുകളിലേക്ക് പൊക്കി. പട്ടണം ഉണർന്നു വരുന്നു. നിശബ്ദമായ പാതയിലൂടെ വണ്ടി തെന്നി നീങ്ങി. പോകുന്ന കാര്യം എന്തായി? വേണുവിനെ നോക്കിക്കൊണ്ട് ഗാഥ ചോദിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങും. നീലഗിരിയിലേക്ക് എന്നെ എന്താ ക്ഷണിക്കാത്തത്? അവളെ നോക്കി വേണു ഒന്ന് ചിരിച്ചു. നാളെ രാവിലെ കാനഡയിൽ നിന്ന് അച്ഛൻ വരും. കൂട്ടിക്കൊണ്ടുവരാൻ എനിക്കും പോകണം. പിന്നെ അച്ഛൻ്റെ ഫ്രണ്ട് മാധവനകളും ഫാമിലിയും വരുന്നുണ്ട്. പിന്നെ അവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ? വിശേഷമൊക്കെ പോയി വന്ന് പറയാം. സെൻറ്റർ ക്ലാസ്സിൽ നോക്കി അത് പറയുമ്പോൾ വേണു ഒന്ന് പതറിയിരുന്നു. എന്നാ ഇനി മടക്കം? 2-3 ദിവസം ഞാൻ അവിടെ ആയിരിക്കും. പിന്നെ ഇങ്ങോട്ട്. ഓടുമേഞ്ഞ വീടിന് മുന്നിൽ കാർ വന്നു നിന്നു. ശരി, ഞാൻ വരട്ടെ. കാറിൽ നിന്ന് അവൾ ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. ബൈ. ഡോറടിച്ച് സാരിത്തുമ്പ് തോളിലൂടെ പിടിച്ചിട്ടവൾ വീട് ലക്ഷ്യമാക്കി നടന്നു. വണ്ടി തിരിക്കുന്ന ശബ്ദം കേട്ട് അവളൊന്ന് നിന്നു. പിന്നെ അവൻ്റെ അടുത്തേക്ക് നടന്നു. ഓഫീസിൽ വന്നിട്ടേ പോകാവൂ. പിന്നെ വിശേഷം എന്തായാലും ഞാൻ നോക്കിയിരിക്കും. പോയി വാ. ഗാഥ തിരികെ നടന്നു. എന്താടി മുഖത്തൊരു ഉറക്കച്ചടവ്? അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അമ്മയുടെ ചോദ്യം കേട്ട് ഒന്ന് നോക്കി. അടുപ്പുകല്ലിനോട് ചേർന്നിരുന്ന ചോറ്റുപാത്രം തുറന്ന് സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് കട്ടൻ ചായ ഒഴിച്ച് റൂമിലേക്ക് നടന്നു. എടി, നീ വൈകിട്ട് വരില്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ പറഞ്ഞുകൂടെ? പിന്നാലെ നടന്നുകൊണ്ട് അമ്മ പറഞ്ഞു. ഓഫീസിൽ ജോലിയുള്ളത് കൊണ്ടാണ് വരാഞ്ഞത്. പിന്നെ അവിടെ പോയാൽ എപ്പോൾ വരും പോകുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഉവ്വ്, നിന്റെ ജോലി വേറെ ആർക്കും ഇല്ലാത്ത പോലല്ലേ? ജോലിക്ക് പോയി വയറ് നിറച്ചുകൊണ്ട് വരരുത് ഇങ്ങോട്ട്. അവളുടെ വായടപ്പിക്കും വിധമായിരുന്നു അമ്മയുടെ സംസാരം. ജനാലയോട് ചേർന്ന് മേശക്കരികിലെ കസേരയിലേക്കിരുന്നു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി കുറേ നേരമിരുന്നു. ഹെയിൽസ്റ്റോൺ എന്ന കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ താൻ ഓഫീസ് കോർഡിനേറ്റർ ആയിരുന്നു. വിദേശത്തു നിന്ന് മകൻ എത്തുന്നുണ്ടെന്നും നാളെ മുതൽ ഗാഥ വേണുവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി കൂടെ ആകുമെന്ന് വേണുവൻ സാർ പറഞ്ഞ അന്ന് മുതൽ വേണുവിൻ്റെ കൂടെ എന്തിനും നിഴലായി ഞാനുണ്ടായിരുന്നു. വേണു വന്നതിൽ പിന്നെ ബിസിനസ് ഒന്നുകൂടെ വളർന്നു. ആഴ്ചകളും മാസങ്ങളും കടന്നു പോകുന്നതിൻ്റെ ഇടയിൽ ബോസും സെക്രട്ടറിയും എന്നതിൽ നിന്നും വളർന്നു പരസ്പരം ഒരു മനസ്സും ശരീരവുമായി മാറുകയായിരുന്നു. ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന മുഴുവൻ സ്നേഹവും വേണു തനിക്ക് തരാറുണ്ട്. വേണുവിൻ്റെ വർണ്ണനകളിൽ തൻ്റെ ശരീരം പലപ്പോഴും കോരിത്തരിക്കാറുണ്ട്. ഇപ്പോഴും തൻ്റെ സാരിയിൽ വേണുവിൻ്റെ ഗന്ധം തങ്ങി നിൽക്കുന്നതായി ഗാഥയ്ക്ക് തോന്നി. 10 മണിയോടെ ഓഫീസിലേക്ക് ഗാഥ എത്തി. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിറങ്ങാൻ റെഡിയായിക്കൊണ്ടിരിക്കുന്ന ശ്യാം ഗാഥയെ കണ്ടപാടെ അടുത്തേക്ക് വന്നു. ഗുഡ് മോർണിംഗ് ഗാഥ. വെരി ഗുഡ് മോർണിംഗ് ശ്യാം. താനും പോകുന്നോ നീലഗിരിക്ക്? ഇല്ല, അവിടെ എന്തോ ഫാമിലി പ്രോഗ്രാം. പിന്നെ തൻ്റെ ക്യാബിനിൽ വേണുവിനെ ഏൽപ്പിക്കാൻ കമ്പനിയുടെ ഈ മാസത്തെ റെക്കോർഡ്സ് ഇരിപ്പുണ്ട്. താൻ ഒന്ന് സൈൻ ചെയ്ത് സാറിനെ ഏൽപ്പിക്കണം. ഞാൻ നോക്കിക്കോളാം. ശ്യാം ഇറങ്ങിക്കോളൂ. ശരി. ശ്യാം ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. ഹലോ ഗാഥ, പറയാൻ വിട്ടുപോയി. തിരിച്ചു വന്ന് ഗാഥയുടെ മുന്നിൽ ശ്യാം അടക്കി പിടിച്ച് നിന്നു. എന്താ ശ്യാം? തന്നെ കാണലെന്തോ ഇന്ന് നല്ല ഭംഗിയുണ്ട്. ഓ, അതായിരുന്നോ? ഗാഥ ചിരിച്ചു. താങ്ക് യു.
വെൽക്കം ഗാഥ. ശ്യാം വീണ്ടും വെളിയിലേക്ക് നടന്നു. ഉച്ചയാകാറായപ്പോഴേക്കും വേണു ഓഫീസിലേക്കെത്തി. ഗാഥ റെക്കോർഡ്സും മറ്റു പേപ്പറുകളുമായി വേണുവിൻ്റെ ക്യാബിനിൽ വന്നു നിന്നു. ഉള്ളിൽ ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു വേണു. അകത്തേക്ക് കയറി ചെല്ലാൻ കൈകൊണ്ട് ആംഗ്യം കാട്ടി വിളിച്ചു. ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറി. ഫോണിലെ സംസാരം നിലയ്ക്കാതെ തുടരുന്നത് കണ്ട ഗാഥ തിരികെ പോകാൻ തുടങ്ങി. ഗാഥ, 1 മിനിറ്റ്. സാരില്ല വേണു, ഫ്രീ ആകുമ്പോൾ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. തിരിഞ്ഞു നടന്നു തുടങ്ങിയപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്തു. ഗാഥ ഇരിക്കെ, കമ്പനിക്ക് പുതിയൊരു പാർട്ട്ണർ കൂടി വരുന്നു, അതാ ഞാൻ. ദാ കഴിഞ്ഞ മാസത്തെ എക്സ്പോർട്ടേഷൻ്റെ ഡീറ്റെയിൽസ് വേണു ചോദിച്ചിരുന്നല്ലോ. പിന്നെ പ്രോഫിറ്റിൽ നിന്നും 10% അഡ്വർടൈസ്മെൻറ്റിന് മാറ്റി. ഹാർഡ് ഡിസ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഉണ്ട്. അച്ഛന് കൊടുക്കാനാണെങ്കിൽ ഇത് മതിയാകും. ഗാഥ, ഒന്ന് നിർത്ത്. താനെന്താ സ്കൂൾ കുട്ടികളെ പോലെ എല്ലാം പഠിച്ചു പറയുന്നേ? പിന്നെ ഞാൻ എന്താണ് വേണ്ടത്? പുതിയ പാർട്ട്ണർ ആരാണെന്ന് ചോദിക്കണമായിരുന്നോ? ഒന്നും മിണ്ടാതെ നിന്ന വേണുവിൻ്റെ കണ്ണിലേക്ക് നോക്കി. നാളെ നടക്കുന്ന ശുഭമുഹൂർത്തം മാധവൻ സാറിൻ്റെ മകൾ മീനാക്ഷിയുമൊത്തുള്ള വിവാഹ നിശ്ചയമാണെന്ന് മനസ്സിലാക്കാനും കമ്പനിയുടെ പുതിയ പാർട്ട്ണർ മീനാക്ഷിയാണെന്ന് മനസ്സിലാക്കാൻ വേണുവിനോട് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട. ഗാഥ എന്തൊക്കെയാണ് ഈ പറയുന്നത്? സോറി വേണു, ഒഫീഷ്യൽ കാര്യം വല്ലതും പറയാനുണ്ടേലാവാം. ഞാൻ കുറച്ച് തിരക്കിലാണ്. ഗാഥ പോയിക്കോളൂ, ഞാൻ വിളിക്കാം, വേണു പറഞ്ഞു. വേഗം വെളിയിലേക്കിറങ്ങി തൻ്റെ ക്യാബിനിലേക്ക് നടന്നു. സമയം കുറേ കഴിഞ്ഞു. ചുറ്റിനും തന്നെ കെട്ടിവരിഞ്ഞിരിക്കും പോലെ പേപ്പർ കെട്ടുകൾ അവൾക്ക് ചുറ്റും അടുക്കും ചിട്ടയുമില്ലാതെ കൂട്ടം കൂടി കിടന്നിരുന്നു. തലവേദനയെടുത്ത് മേശയ്ക്ക് മുകളിലേക്ക് തലചാരിയിരിക്കാൻ തുടങ്ങവേ ഫോൺ ശബ്ദിച്ചു. ഫോൺ ചെവിയോട് ചേർത്ത് പിടിച്ചു. ഗാഥ, വരൂ. അപ്പുറം വേണുവായിരുന്നു. വേണുവിൻ്റെ ക്യാബിനിൽ ചെന്നു. ഈ ബാഗ് കാറിലേക്കൊന്ന് വെച്ചോളൂ. മൂളി കേട്ടുകൊണ്ട് ബാഗും ഫയലുകളും എടുത്ത് വെളിയിലേക്ക് നടന്നു. പിന്നാലെ വേണുവും എത്തി. കാറിലേക്ക് കയറുമ്പോൾ അനുസരണയുള്ള ജോലിക്കാരുടെ വേഷത്തിൽ അവൾ ഡോർ തുറന്നു കൊടുത്തു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത ശേഷം വേണു അവളെ നോക്കി. ഗാഥ, എനിക്ക് വേറൊരു വഴിയുമില്ല. അച്ഛൻ്റെ തീരുമാനങ്ങളെ മറികടക്കാൻ എനിക്കാകില്ല. പിന്നെ ഇതൊക്കെ ബിസിനസ്സിൻ്റെ ഭാഗമായി കൊണ്ടുപോയില്ലെങ്കിൽ എന്നെ ഓർത്ത് വേണു വിഷമിക്കേണ്ട. പോയി വരും. ദിവസം 2 കഴിഞ്ഞു. പൊട്ടിപ്പിളർക്കുന്ന തലവേദന സഹിച്ചവൾ റൂമിനുള്ളിൽ ചുരുണ്ടുകൂടി. എല്ലാം നഷ്ടമായെന്ന് ഓർത്തെടുക്കാൻ അവൾ തയ്യാറെടുപ്പുകൾ നടത്തി. ചിന്തയിൽ നിറഞ്ഞു നിന്ന വേണുവിൻ്റെ രൂപത്തോട് അപ്പോഴും അടുക്കുവാൻ കഴിയാത്ത പ്രണയം മാത്രമായിരുന്നു. ഓഫീസ് ജോലിക്കിടയിൽ തലകറങ്ങി വീണ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ശ്യാമായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങിവരവ് ആഗ്രഹിച്ചിരുന്ന സമയത്ത് തന്നെ വേണു നാട്ടിലെത്തി. എസ്റ്റേറ്റിൽ പോയി വരും വഴി രാത്രി ഏറെ വൈകി. കാറിൽ വേണുവും ഗാഥയും മാത്രമായിരുന്നു. വഴിവിളക്കിൻ്റെ നേരിയ വെളിച്ചം ആ ഇരുട്ടത്ത് അങ്ങിങ്ങായി പ്രകാശിച്ചു നിന്നു. വെള്ളി വെളിച്ചം പോലെ ആകാശത്ത് മിന്നൽ പിണർപ്പുകൾ പൊട്ടിവിരിഞ്ഞു. അവ മഴത്തുള്ളികളായി മണ്ണിലേക്ക് പതിച്ചു. ഗ്ലാസ്സിലേക്ക് വീണ മഴത്തുള്ളികൾ ഒപ്പി മാറ്റിക്കൊണ്ട് ആളൊഴിഞ്ഞ റോഡിലൂടെ വണ്ടി മുന്നോട്ട് പാഞ്ഞു. കയ്യിൽ കെട്ടിയ വാച്ചിലേക്ക് വേണു നോക്കി. സമയം 9:30 ആരോടൊന്നില്ലാതെ അയാൾ പറഞ്ഞു, വീട്ടിലേക്കിനി നല്ല ദൂരമുണ്ട്, നമുക്ക് എവിടെയെങ്കിലും തങ്ങിയാലോ? ഒരു നേർത്ത ശബ്ദത്തിനൊടുവിൽ അവൾ പറഞ്ഞു, അടുത്തെവിടെ നല്ല റൂം കിട്ടുക? അടുത്തൊരെണ്ണം ഉണ്ട്, കയറി നോക്കാം, മറുപടി പറഞ്ഞു. വഴിവിളക്കുകൾ പലതും അണഞ്ഞു. മഴവെള്ളം നിറഞ്ഞ റോഡിലൂടെ വണ്ടി പാഞ്ഞു. ഒടുവിൽ ഒരു ലോഡ്ജിൻ്റെ മുന്നിലായി നിർത്തി. വേണു ഇറങ്ങിപ്പോയി റൂം തിരക്കി പേയ്മെൻറ്റ് ചെയ്തു. അവളെയും കൂട്ടി മുകളിലത്തെ നിലയിലേക്ക് ചാവിയുമായി കയറി. പുറത്ത് മഴ തോരാതെ പെയ്യുകയാണ്. റൂം തുറന്ന് ലൈറ്റിട്ട് തന്നിട്ട് കൂടെ വന്ന പയ്യൻ തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ വേണു അയാളെ വിളിച്ചു. എന്തോ സ്വകാര്യം പറഞ്ഞു. ശരി സാർ. അയാൾ താഴേക്ക് പോയി റൂം അടച്ചു. താൻ ഫ്രഷായി വരൂ. അവൾ മൂളി. ബാത്റൂമിലേക്ക് പോകുവാൻ ബാഗും ഡ്രസ്സും എടുത്ത് നടന്നു. ലോഡ്ജുകാരൻ അപ്പോഴേക്കും കഴിക്കാനുള്ള ഫുഡും ഒരു സ്കോച്ചും ഗ്ലാസുമായി ഡോറിന് വെളിയിൽ വന്ന് വിളിച്ചു. ഡോർ തുറന്ന് മേശയ്ക്ക് മേലേക്കൊക്കെ വെച്ച് ലോഡ്ജുകാരൻ വെളിയിലേക്ക് പോയി. വീണ്ടും ഡോർ അടഞ്ഞു. ബാത്റൂമിൽ അവരുടെ മേലിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് അയാൾ അങ്ങോട്ട് നോക്കി നിന്നു. കുറച്ച് സമയത്തിന് ശേഷം ഡോർ തുറന്ന് അവൾ ഇറങ്ങി. ഒരു അംബ്രല്ല കട്ട് ചുരിദാറായിരുന്നു അവളുടെ വേഷം. മുടി ടവൽ കൊണ്ട് മൂടിക്കെട്ടി വെച്ചിരിക്കുന്നു. ഞാനും ഒന്ന് ഫ്രഷാകട്ടെ, വേണു സ്വയം പറഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി. മുടിക്കെട്ട് അഴിച്ചു തോർത്തി കണ്ണാടിക്ക് മുൻപിൽ വന്ന് കുറേ നേരം തന്നെ നോക്കി നിന്നു. ബാഗിൽ നിന്ന് കൺമഷിയും ലിപ്സ്റ്റിക്കും എടുത്ത് അത് അവളുടെ മുഖത്തിന് വല്ലാത്ത ആകർഷണം വരുത്തി. ജനാലപാളികൾ തുറന്ന് പുറത്തു പെയ്യുന്ന മഴയെ നോക്കി ജനാലക്കമ്പികളിൽ പിടിച്ചു ചേർന്ന് നിന്നു. മഴ സ്വർഗരതിയാണ്.
ഒരു തണുത്ത തുള്ളി എൻ്റെ മേനിയിൽ കൂടെ തഴുകി തഴുകി മണ്ണിൽ പതിക്കും വരെ ഒരു പെണ്ണിൻ്റെ എല്ലാ സ്വകാര്യതയും അറിയാൻ അതിന് കഴിയും. ഇടുപ്പിലേക്ക് ശക്തിയുള്ള കരങ്ങൾ പതിയുന്നതറിഞ്ഞു അവൾ ഞെട്ടലോട് തിരിഞ്ഞു. അപ്പോഴേക്കും ആ കരങ്ങൾ അവളെ ചുറ്റിപ്പിടിച്ചു. തണുത്ത മഴയെ നോക്കി എന്നെ കാത്തിരിക്കുകയായിരുന്നു. വേണുവിൻ്റെ ശബ്ദം അവിടെ മാകെ അലയടിച്ചു. ഒന്ന് കുതിറിമാറാൻ മനസ്സ് പറഞ്ഞെങ്കിലും എന്തൊക്കെയോ സഹിച്ചവൾ നിന്നുകൊടുത്തു. പിന്നെ ശൃംഗാരഭാവത്തിൽ ആസ്വദിക്കും പോലെ അവൻ്റെ ചേഷ്ടകൾക്കൊത്ത് ചലിക്കുവാൻ തുടങ്ങി. ഈ തണുപ്പകറ്റാൻ നിനക്ക് കഴിയൂ ഗാഥ. ഒരുപക്ഷെ ഇത്രയും കാമമുള്ളൊരു മുഖം ഞാൻ പറഞ്ഞു തീരും മുൻപ് അയാളുടെ വാ പൊതിഞ്ഞു പിടിച്ചു. എൻ്റെ ശരീരത്തിനെ മറ്റൊന്നും വെച്ച് ഉപമിക്കണ്ട. നിനക്ക് മാത്രം സ്വന്തമാണ്, എപ്പോഴും, എൻ്റെ മരണം വരെ. അവളെ കെട്ടിപ്പിടിച്ച് വലിച്ചുകൊണ്ട് മേശക്കരികിലെത്തി. ഭക്ഷണം കഴിച്ചിട്ടാകാം, അയാൾ പറഞ്ഞു. മദ്യക്കുപ്പിയുടെ അടപ്പ് തുറന്ന് ഗ്ലാസ്സിലേക്ക് പകർന്നു. ആഹാരം കഴിച്ചു തുടങ്ങി. എനിക്ക് വാരിത്തരൂ വേണു, ചെറു കൊഞ്ചലോടെ അവൾ പറഞ്ഞു. അവനവൾക്ക് വാരിക്കൊടുത്തു. ഒരു ഗ്ലാസ്സിൽ ഇരുവരും മദ്യവും നുകർന്നു. ഒക്കെ കഴിച്ച് ബെഡിലേക്ക് ഇരുവരും കിടന്നു. ഇടിയുടെ ഒച്ച ശബ്ദം അവളെ അവനിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്തി. അവളിലെ തുണികൾ ഓരോന്നായി അഴിഞ്ഞു തുടങ്ങി. സമയം 10:30 കഴിഞ്ഞു. അവൾ ആകെ മയങ്ങി തുടങ്ങി. ഷോ, മദ്യം കയറി തലയ്ക്ക് പിടിച്ചു. എനിക്കിതൊന്നും ആസ്വദിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എങ്കിലും തളർന്ന ശരീരത്തെ അവൻ ആവേശത്തോടെ തന്നിലേക്ക് അടുപ്പിച്ചു. അവളിലേക്ക് ആഴ്ന്നിറങ്ങി. തണുപ്പ് നിറഞ്ഞ ആ രാത്രി അവളെ പുതച്ചവൻ മയങ്ങി. ഇരുട്ടിനെ കീറിമുറിച്ച് പകൽ പ്രകാശിച്ചു. സമയം 8 മണി കഴിഞ്ഞു. വേണു ഉറക്കമെഴുന്നേറ്റ് അവളെ നോക്കി. പൂർണ്ണ നഗ്നമായ അവളുടെ ശരീരം കണ്ട് വീണ്ടും അവളിലേക്ക് പ്രാപിക്കാൻ അയാൾ കൊതിയോടെ അവളെ പുണർന്നു. മരവിച്ച ശരീരത്തിൽ തൊട്ട പോലെ തോന്നി. പല പ്രാവശ്യം അവളെ അയാൾ തട്ടി വിളിച്ചു. ഗാഥ, എഴുന്നേൽക്ക് ഗാഥ. ഉറക്കം വിളിച്ചുകൊണ്ടായിരുന്നു. എഴുന്നേറ്റ് കൈലിയെടുത്ത് മേശയ്ക്ക് മുകളിലിരുന്ന വെള്ളമെടുത്ത് നടക്കവേ കുപ്പിയുടെ ചുവട്ടിലിരുന്ന വെള്ള പേപ്പർ അയാൾ കണ്ടു. വേഗം അത് തുറന്നയാൾ വായിച്ചു. വേണുവിന്. ഇത് നീ വായിച്ചു തുടങ്ങുമ്പോൾ ഒരുപക്ഷെ ഞാൻ ഈ ലോകം വിട്ടു പോയിരിക്കും. എങ്കിലും നീ വിഷമിക്കരുത് വേണു. എൻ്റെ ശരീരം നിനക്ക് തന്നപ്പോൾ നീ കരുതിയത് ഞാൻ വെറുമൊരു പ്രോസ്റ്റിറ്റ്യൂട്ടാണെന്നല്ലേ? ഓരോ നിമിഷവും നീ എൻ്റെ ശരീരത്തിനെ വർണ്ണിക്കുമ്പോഴും അതിനുള്ളിലെ മനസ്സ് നീ കാണാതെ പോയി. എൻ്റെ പ്രണയം നീ അറിയാതെ പോയല്ലോ. നിന്നെപ്പോലൊരാൾക്ക് എൻ്റെ ശവശരീരത്തിനോടും കാമം തോന്നും. ഞാൻ മരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നീ എന്നിൽ സുഖം അനുഭവിക്കും. ഇപ്പോഴും നീ വിഷമിക്കരുത് വേണു. നീയില്ലാതെ മറ്റാരും എൻ്റെ ശരീരത്തിന് അവകാശിയാകരുതെന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കൂടെയില്ലാത്ത നീ എങ്ങനെ എൻ്റെ ശരീരത്തിന് അവകാശിയാകും? വെപ്പാട്ടിയായി ജീവിക്കാൻ എനിക്ക് കഴിയില്ല. നിൻ്റെ കൂടെ ഒന്നുകൂടെ ഉറങ്ങണമെന്നുണ്ടായിരുന്നു. അത് പക്ഷേ നീ എനിക്ക് തരുന്ന ശരീരസുഖത്തിന് വേണ്ടിയായിരുന്നില്ല. അവസാനമായി നിൻ്റെ നെഞ്ചിലെ തലചായ്ച്ചുറങ്ങാൻ. നിൻ്റെ കൈകൊണ്ട് ഇത്തിരി ആഹാരം കഴിക്കണമെന്നുണ്ടായിരുന്നു. അതിത്ര വേഗം ആകുമെന്ന് ഞാൻ കരുതിയില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല മടങ്ങുന്നത്. നിന്നിലൂടെ ജീവനെടുത്ത ഒരു ജീവനും കൂടെ ഉണ്ടെന്നിൽ. സോറി വേണു. നിൻ്റെ സ്വന്തം, നിൻ്റെ മാത്രം ഗാഥ. ശ്വാസം അടക്കി പിടിച്ചയാൾ ആ റൂമിന് വെളിയിലേക്കിറങ്ങാതെ വിങ്ങിപ്പൊട്ടി. കുറ്റബോധത്തിൻ്റെ നീരുറവ കണ്ണുകളിൽ കിനിഞ്ഞ് കവിളിലൂടെ താഴേക്ക് പതിച്ചു. തണുത്തു മരവിച്ചു തുടങ്ങിയ നഗ്നമായ ശരീരത്തിലേക്ക് അയാൾ നോക്കി. പാപിയാണ് ഞാൻ, ഒരു പെണ്ണിൻ്റെ ശരീരത്തിനെ മാത്രം മോഹിച്ച പാപി. തൻ്റെ ജീവനെ ഉദരത്തിൽ പേറിയപ്പോഴും അവളെ താൻ കാമത്തോട് മാത്രം നോക്കിയത്. എന്നിൽ നിന്ന് സ്നേഹം മാത്രം ആഗ്രഹിച്ചവളെ മരണത്തിലേക്ക് തള്ളിവിട്ടല്ലോ ഞാൻ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാൾ അവളുടെ കാലിലേക്ക് വീണു. അപ്പോഴും പുറത്ത് മഴ ചാറി തുടങ്ങിയിരുന്നു. അയാൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. മഴ വീണ് നനഞ്ഞ മണ്ണും ചിറകടിച്ചുയരുന്ന പ്രാവിൻ കൂട്ടത്തിലും അവളുണ്ടെന്ന വിശ്വാസത്തിൽ അയാൾ പൊട്ടിച്ചിരിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.